നിന്നെ പോലെ വേറൊരുത്തി ഉണ്ടോ? മാഡം എന്തൊക്കെയാ ചോദിക്കുന്നേ? ഈ ഇരിക്കുന്നത് കൃഷ്ണയാണെങ്കിൽ ഇതേപോലെ ഒരുത്തി മോളിക്കുട്ടിയുടെ വണ്ടിയിൽ പോയിട്ടുണ്ട് ഇപ്പോ. വിഷം ഉള്ളിൽ ചെന്നതോടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയൂ? എന്നെ തിരുത്താൻ നോക്കണ്ട, ഞാൻ കണ്ട കാര്യ പറഞ്ഞേ. ചേച്ചി ചേച്ചി എന്തിനാ വിഷം കഴിച്ച്? അത് ഞാനും മോളും ഒക്കെ ഇത്രയും സ്നേഹിക്കുന്നില്ലേ ചേച്ചി? പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ആത്മഹത്യക്ക് ശ്രമിക്കാനും മാത്രം ഇവിടെ എന്താ പ്രശ്നം? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇല്ലാതെ പിന്നെ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞൂടെ? അളിയനോടോ മോനോടോ ആരോടോ പ്രശ്നം? ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാം. വേണ്ട. ഇല്ല ചേച്ചി, അങ്ങനെ ചിന്തിച്ചു പോയത് കടുത്ത തെറ്റ് തന്നെയാ. ഇനി അത്തരം ചിന്തകളൊന്നും ചേച്ചിയുടെ മനസ്സിൽ വരാൻ പാടില്ല. അനിയ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാ, ഇവളെ പോലെ ഒരുത്തി കൂടിയുണ്ട്. ഇവിടെ എന്തോ ഒരു ചതി നടക്കണുണ്ട്. എനിക്കത്രേ പറയാനുള്ളൂ. പാവം, അസ്വസ്ഥത മാറിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ശാന്തി, ചേച്ചി എപ്പോഴും ശ്രദ്ധിക്കണം. മനസ്സിന് ഉറപ്പില്ലാത്ത ആളാ. എനിക്ക് എത്രമാത്രം ഇഷ്ടമാണ് ചേച്ചി എന്ന് ശാന്തിക്ക് അറിയാവുന്നതല്ലേ? അറിയാം സർ, ഞാൻ നോക്കിക്കൊള്ളാം. മോളെ, എപ്പോഴും നിന്റെ ഒരു ശ്രദ്ധ വേണം കേട്ടോ. മനുഷ്യന് എപ്പോഴും അബദ്ധങ്ങൾ ചിന്തിക്കാൻ അറിയില്ല. മോളിക്കുട്ടി, ഗാഥയ്ക്കുള്ള നാഗശാപം വളരെ രൂക്ഷമാണെന്നാ തിരുമേനി പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ ഈ ക്ഷേത്രത്തിലും കൂടെ കയറി പ്രാർത്ഥിച്ചത്. പ്രസാദം എന്തായാലും അവക്ക് കൊടുക്കണം. അത് കൊടുക്കാം. അല്ല, മറ്റേ പ്രസാദം ആർക്കാ? അത് പിന്നെ നവീന് വേണ്ടി ആയിരിക്കും അല്ലേ? നീ ഗാഥയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രയാസപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. പക്ഷേ അവൾക്ക് വേണ്ടത് നിന്റെ ജീവനാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളിക്കുട്ടി. എന്തായാലും എനിക്ക് സന്തോഷം. അവള് കാലൊടിഞ്ഞു കിടക്കുമ്പോ നീ നവീനുമായിട്ട് ജീവിക്കുമല്ലേ? ശരിക്കും അങ്ങോട്ട് ജീവിച്ചുടറി നിനക്ക്. പോവാം, പക്ഷേ ഞാൻ വഴിയിലൊന്ന് നിർത്തും. അയ്യോ, അതൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് കളരിക്കല് തിരിച്ചെത്തണം. എത്തിക്കാം. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ലല്ലോ നീ. ഈ ഓട്ടപ്പാച്ചലല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആദ്യം എവിടുന്നെങ്കിലും ഒരു വെള്ളവും ഒരു സ്നാക്സും. അയ്യോ, അതൊന്നും വേണ്ട. പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട്. പോവാം.